Today we will start a new lesson, lesson 5, acid, bases and salt. Okay, listen here. These are the some substance. നമുക്കറിയാവുന്ന കുറച്ച് സബ്സ്റ്റൻസ് ആണ്. ലെമൺ, ഓറഞ്ച്, കേർഡ്, ചമറിൻ. ഓക്കെ, ഇപ്പൊ ലെമൺ, ഓറഞ്ച്, കേർഡ്, ചമറിൻ ഇതിനെല്ലാം ഏത് ടേസ്റ്റ് ആണ്? ഏതാണ്? സോർ അല്ലേ? സോർ ടേസ്റ്റ് ആണ്. ഇനി അടുത്തത് ഷുഗർ ഗ്രേപ്സ്, ഐസ്ക്രീം, സ്ട്രോബെറി ഇതൊക്കെ നമുക്കറിയാം സ്വീറ്റ് ടേസ്റ്റ് ആണ് അല്ലേ? ഇനി അടുത്തത് അംല, ബിറ്റർ ഗാർഡ്, സോപ്പ്, മിൽക്ക് ഓഫ് മഗ്നീഷ്യ ഇതൊക്കെ ബിറ്റർ, അതായത് കയ്പ് അല്ലേ? ബിറ്റർ ടേസ്റ്റ് ആണ്. പിന്നെ നമുക്ക് വേറെ ഒന്നും കൂടെ ഉണ്ട്, ഇത് സോൾട്ട് എന്ന് പറയും. അപ്പം 4 ടേസ്റ്റാണ് നമുക്ക് സാധാരണ അറിയാൻ പറ്റുന്നത് അല്ലേ? നമ്മൾ പുളിയാണോ, മധുരമാണോ, കയ്പാണോ അല്ലെ, ഉപ്പുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അല്ലേ? അപ്പം സോർ ടേസ്റ്റ്, ബിറ്റർ ടേസ്റ്റ് അല്ലേ? സ്വീറ്റ് എല്ലാവർക്കും സാധാരണ ഇഷ്ടമാണ്, പുളി. അപ്പം ഈ സോർ ടേസ്റ്റുള്ള സബ്സ്റ്റൻസ് ആണ് അസിഡിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബിറ്റർ ടേസ്റ്റുള്ള സബ്സ്റ്റൻസ് ആണ് ബേസസ് എന്ന് പറയുന്നത്, ബേസസ് സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പം ഒരു സബ്സ്റ്റൻസ് ബിറ്റർ ടേസ്റ്റ് ആണെങ്കിൽ നമുക്കതിനെ ബേസ് എന്ന് പറയാം. പിന്നെ ഒരു സബ്സ്റ്റൻസിൽ സോർ ടേസ്റ്റ് ആണെങ്കിൽ നമ്മളത് വെച്ചുകൊണ്ട് നമുക്കതിനെ അസിഡിക് എന്ന് പറയാം. ഓക്കെ, ആസിഡ്. ഇനി ഇതല്ലാത്ത പറഞ്ഞുകൊണ്ട് സോൾട്ട് എന്ന് പറയുന്നത് ആസിഡും ബേസിനും കൂടെ ഒന്നിച്ച് ചേർത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റാണ് സോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ലെസൺ ഏതാണ്? ആസിഡ്, ബേസ്, സോൾട്ട് ആണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ആസിഡ് ഏതാണ്? സോർ ടേസ്റ്റ് ഓഫ് സബ്സ്റ്റൻസ് ആയിരിക്കും. ബേസ് ബിറ്റർ ടേസ്റ്റ് സബ്സ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, take your text page number 49, lesson 5, acid, bases and salt, table 5.1 നിങ്ങളവിടെ കംപ്ലീറ്റ് ചെയ്യുക. ഒന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞു വിടാം. ലെമൺ ജ്യൂസ് ഏത് ടേസ്റ്റാണെന്ന് ചോദിച്ചിട്ടുള്ളൂ. ലെമൺ ജ്യൂസ് സോർ, ഓറഞ്ച് ജ്യൂസ് സോർ, വിനാഗിരിയിലെ അതിന് പുളിയാണ് നമുക്കറിയാം, സോർ. കേർഡ് സോർ, ചമാറിൻ്റേതാണ് സോർ. ഷുഗർ സ്വീറ്റ് ആണ്, കോമൺ സോൾട്ട് സോൾട്ടിയാണ്. അംല എന്ന് പറയുമ്പോൾ പുളിയുണ്ട് അതിനകത്ത്, ശരിക്കും ബിറ്ററും കയ്പും കൂടെ ഉണ്ട് അല്ലേ? ബേക്കിംഗ് സോഡ ബിറ്ററാണ്. ഗ്രേപ്സ് എന്ന് പറയുന്നത് സോർ, പുളിയാണെന്നറിയാം. അൺറൈപ്പ് അതായത് പഴുക്കാത്ത പച്ചമാങ്ങ ഇല്ലേ, അത് പുളിയല്ലേ, സോർ. കുക്കുംബർ എന്ന് പറയുന്നത് ഇനി അത് ഒരു ടേസ്റ്റും ഇല്ലാത്തതാണ് അല്ലേ, കുക്കുംബർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളിത് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു സോർ ടേസ്റ്റ് ഉള്ളത് ആസിഡിക്കും ബിറ്റർ ടേസ്റ്റ് ഉള്ളത് ബേസസും ആയിരിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, അപ്പോൾ ആസിഡ് എന്നുള്ള ഒരു വാക്ക് ഒരു ലാറ്റിൻ വേർഡായ അസിഡസ് എന്നുള്ളൊരു വാക്കിൽ നിന്നുമാണ് അതിൽ ആസിഡിക് എന്ന വാക്ക് വന്നത്. അതിൻ്റെ ആസിഡസ് എന്ന് പറഞ്ഞാൽ സോർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ആസിഡിക് എന്ന് വന്നത്. ഇതൊരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് നമുക്കറിയാം അല്ലെ? സോർ ടേസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആസിഡ് സബ്സ്റ്റൻസ് ദാറ്റ് ടേസ്റ്റ് സോർ ബിക്കോസ് ദേ കണ്ടെയ്ൻ ആസിഡ്. അത് എന്തുകൊണ്ടാണ്? അതിനകത്ത് ആസിഡ് ഉള്ളതുകൊണ്ടാണ് അതിന് ഏത് ടേസ്റ്റ് വരുന്നത്? സോർ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ ആസിഡിക് എന്ന് പറയുന്നു. ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സബ്സ്റ്റൻസ് ഓഫ് ബിറ്റർ ടേസ്റ്റ് ആണ്. ഫീൽ സോപ്പി ഓൺ ടച്ചിങ് ഓർ ആസ് ബേസസ്. ഓക്കെ, അപ്പോൾ ബേസിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ നേച്ചർ ഓഫ് സബ്സ്റ്റൻസ് വിച്ച് ആർ ബിറ്റർ ഇൻ ടേസ്റ്റ് ആർ സോപ്പി ഇൻ ടച്ച് ഈസ് കോൾഡ് ബേസിക്. ഓക്കെ, ഇനി ഇപ്പം നമ്മളിത് പറഞ്ഞു രണ്ടും അല്ലാത്ത ഒന്നുകൊണ്ടെന്ന് പറഞ്ഞല്ലേ? സബ്സ്റ്റൻസ് വിച്ച് ആർ നൈദർ അസിഡിക് നോർ ബേസിക് ആർ കോൾഡ് ന്യൂട്രൽ. ഓക്കെ, വാട്ടർ എന്ന് പറയുന്നത് ന്യൂട്രലാണ്, അതായത് അസിഡിക്കും ഇല്ല ബേസിൻ്റെ സ്വഭാവവും ഇല്ലാത്ത ഒരു സബ്സ്റ്റൻസ് ആണ് വാട്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം എത്ര മാത്രം കുടിച്ചാലും നമുക്കൊരു കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ആസിഡും ബേസ് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ആസിഡിക് ആയിട്ടുള്ള ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ നമുക്ക് പുളിച്ചതട്ടിലൊക്കെ വരും അല്ലേ? അതുപോലെ തന്നെ രണ്ടും വ്യത്യാസമുണ്ടല്ലേ? അപ്പോൾ ഈ ആസിഡും ബേസും ഒരേ ലെവലിൽ നിൽക്കണം. അപ്പോൾ നമുക്ക് വെള്ളം എന്ന് പറയുന്നത് ഏതാണ്? ന്യൂട്രലാണ്, അതായത് ആസിഡ് സ്വഭാവവും ഇല്ല ബേസിക് സ്വഭാവവും ഇല്ലാതെ തന്നെയാണ് ന്യൂട്രൽ എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? ആസിഡ്, ബേസ്, ന്യൂട്രൽ. ഓക്കെ, അപ്പം നമ്മൾ ഒരു സബ്സ്റ്റൻസ് ആസിഡാണോ ബേസ് ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ മറ്റൊരു സബ്സ്റ്റൻസും കൂടി ചേർത്ത്
ആ ഒരു ടെസ്റ്റ് നോക്കാം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും ആസിഡാണോ ബേസ് ആണോ എന്നുള്ളത്. അങ്ങനെയുള്ളതിനാണ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അതായത് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സാധനം ആസിഡാണോ ബേസ് ആണോ എന്നുള്ളതിന് ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്ററാണ്. നമുക്ക് സാധാരണയായിട്ട് നമുക്കുള്ളത് ടർമറിക്, മഞ്ഞൾ, ചൈന റോസ് പെറ്റല്, ലിറ്റ്മസ് എന്ന് പറഞ്ഞ പേപ്പർ, ഇതൊക്കെയാണ് സാധാരണ ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കുന്നത്. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കളർ ചേഞ്ച് കാണിക്കും. ആസിഡോ ബേസോ ന്യൂട്രലോ ആണെങ്കിൽ കളർ കാണിക്കുന്നതാണ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞപ്പോൾ. സാധാരണ നമുക്കറിയാം ഈ സോപ്പ് അല്ലേ, സോപ്പ് തുണിയെ പറ്റിക്കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു മഞ്ഞളും കൂടെ ഒന്ന് ചേർത്ത് നോക്കിയാൽ അത് റെഡ് കളറിലേക്ക് മാറും. അപ്പോൾ എന്താണ് സോപ്പ് എന്ന് പറഞ്ഞത്? ബിറ്റർ ടേസ്റ്റാണ്. അത് എന്താണ് ബേസാണ് അല്ലേ. അപ്പോൾ അത് റെഡ് കളറിലേക്ക് കാണിക്കും. ഇങ്ങനെ കളർ ചേഞ്ച് അനുസരിച്ച് നമുക്കതിനെ ആസിഡാണോ ബേസിസ് ക്യാരക്ടറാണോ എന്ന് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. കണ്ടല്ലോ, പേജ് നമ്പർ 52 സോപ്പ് സൊല്യൂഷനും ടർമറിക് പേസ്റ്റും കൂടെ ചേർത്ത് അത് ഏതിലേക്ക് മാറി? റെഡ് കളറിലേക്ക് മാറി. എന്നപ്പോൾ സോപ്പ് സൊല്യൂഷൻ എന്നുള്ളത് ഇവിടെ ബേസാണ്, ടർമറിക് പേസ്റ്റ് ഇവിടെ ഇൻഡിക്കേറ്ററാണ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, ക്യാൻ യു സീ ദിസ് ടേബിൾ? ടെസ്റ്റ് സൊല്യൂഷൻ, എഫക്റ്റ് ഓൺ ടർമറിക് സൊല്യൂഷൻ, റിമാർക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞ് മഞ്ഞൾ ഉപയോഗിച്ച് നമുക്ക് ആസിഡ് ബേസ് തിരിച്ചറിയാൻ പറ്റുന്നു പറഞ്ഞു. ഓക്കെ, അപ്പോൾ ലെമൺ ജ്യൂസിനകത്ത് മഞ്ഞൾ എന്ന് പറയുന്ന ടർമറിക് ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിച്ചാൽ ഏത് കളറിലേക്ക് മാറും? ഏത്? ബ്ലൂ കളറിലേക്ക് മാറും. അപ്പം ലെമൺ ജ്യൂസിനകത്ത് ടർമറിക് മഞ്ഞ കളറല്ലേ, അപ്പോൾ അത് ഏത് ബ്ലൂ കളറിലേക്ക് മാറുവാണെങ്കിൽ അതെന്താണ്? അസിഡിക്കാണ്. അപ്പം ലെമൺ എന്താണ്? അസിഡിക്കാണ്. ഓറഞ്ച് ജ്യൂസിനകത്തും അത് തന്നെയായിരിക്കും അല്ലേ. എന്താണ് ചേർത്ത് നോക്കിയാൽ നമുക്കറിയാം ബ്ലൂ കളർ വരും, അപ്പോൾ അത് അസിഡിക്കാണ്. വിനെഗറിനകത്തും മഞ്ഞൾ ചേർത്ത് നോക്കിയാൽ ബ്ലൂ കളർ കാണിക്കും, അപ്പോൾ അത് അസിഡിക്കാണ്. ഇനി അടുത്തത് മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് പറഞ്ഞതിനകത്ത് മഞ്ഞൾ സൊല്യൂഷനിൽ ടർമറിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ റെഡ് കളറിലേക്കാകും, അപ്പോൾ റെഡ് കളർ കാണിക്കുന്നത് ബേസാണ്. അടുത്ത് ബേക്കിംഗ് സോഡ, നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നില്ല ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ, അതിനകത്ത് എന്താണ്? ടർമറിക് ചേർത്ത് കൊടുത്താൽ അതിൻ്റെ പേസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കിയാൽ അതേത് കളറും റെഡ് കളറാകും, അപ്പോൾ അത് ബേസാണ്. ലൈം വാട്ടറില്ലേ, ലൈം വാട്ടറിൽ അതൊക്കെ ലൈം വാട്ടർ അതിൽ എന്ത് ചേർക്കണം? മഞ്ഞൾ ചേർത്ത് കൊടുത്താൽ റെഡ് കളറിലേക്ക് കാണുന്നു, അത് ഏതാണ്? ബേസാണ്. ഷുഗറിനകത്ത് നമ്മൾ ടർമറിക് പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ ഒരു ചേഞ്ചും കാണിക്കുന്നില്ല, അപ്പോൾ അതെന്താണ്? ന്യൂട്രലാണ്. അതായത് ആസിഡും ഇല്ല ബേസും ഇല്ലെന്നുള്ള. കോമൺ സോൾട്ടില്ലേ, ഉപ്പിനകത്ത് നിങ്ങൾ മഞ്ഞൾ പൊടി ചേർത്ത് അത് ഫുള്ളായിട്ട് കളർ ചേഞ്ച് ഒന്നും നടക്കുന്നില്ല, അപ്പോൾ അതെന്താണ്? ന്യൂട്രലാണ്. ഓക്കെ, ഈ എക്സ്പെരിമെൻ്റ് നിങ്ങൾ വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക. ക്യാൻ യു സീ ദിസ് ഈസ് ലിറ്റ്മസ് പേപ്പർ. ദീസ് ആർ 2 ടൈപ്സ്. ഒന്ന് റെഡ് കളറ്, പിന്നെ ഒന്ന് ബ്ലൂ കളറിലുള്ളതാണ്. അപ്പം നമ്മൾ ഇൻഡിക്കേറ്ററാണ് ഇവിടെ ലിറ്റ്മസ് പേപ്പർ എന്ന് പറഞ്ഞത്. ഇതുണ്ടാക്കുന്നത് ലൈക്കൺ എന്ന് പറയുന്ന ഈ ചെടിയിൽ നിന്നുമാണ്. ഇതെന്ന് പറഞ്ഞാൽ ലൈക്കൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഗയും ഫംഗസും കൂടെ ഒന്നിച്ച് വളരുന്നതിനെയാണ് നമ്മൾ ലൈക്കൺ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ലൈക്കണും കൊണ്ടാണ് ഈ ലിറ്റ്മസ് പേപ്പർ ഉണ്ടാക്കുന്നത്. ഇത് നാച്ചുറലായിട്ട് കിട്ടുന്നതാണ്, നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്ററാണ് ഇതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത്? ആസിഡ് ബേസ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ലിറ്റ്മസ് പേപ്പറിനെ ഒരു സബ്സ്റ്റൻസ് അല്ലേ, അത് ഏതിൽ വെക്കാമെന്ന് ഓർത്തോ. അപ്പം ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുവാണെങ്കിൽ അത് ആസിഡും, റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കുവാണെങ്കിൽ അത് ബേസ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇങ്ങനെയാണ് നമുക്ക് ടെസ്റ്റ് നടത്തുന്നത്. ഓക്കെ, നിങ്ങളിവിടെ കുട്ടികൾ ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ. ഇതെന്താണ്? ഒരു ടെസ്റ്റിംഗ് നടത്തുക, ആസിഡ് ബേസ് ടെസ്റ്റിംഗ് നടത്തുവാണ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, ക്യാൻ യു സീ ദിസ് ടേബിൾ? ഡു യു നോ നെയിം ഓഫ് ആസിഡ് ഫൗണ്ട് ഇൻ? ഓക്കെ, അത് കുറച്ച് ആസിഡിൻ്റെ പേരും അത് എവിടെയൊക്കെയാണ് കാണുന്നുള്ളൂ. ഡിഫറെൻറ്റ് ടൈപ്സ് ആസിഡ് ഉണ്ട്. ഒന്ന് അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് കാണുന്നത് വിനാഗിരിയിലുള്ളത് അസറ്റിക് ആസിഡാണ്. ഉറുമ്പിൻ്റെ സ്റ്റിങ്ങയിലുള്ളത്
ഫോമിക് ആസിഡാണ്. അതുകൊണ്ടാണ് നമുക്ക് ഉറുമ്പ് കടിച്ചാൽ വേദന തോന്നുന്നത്. ആ ഒരു ആസിഡ് അവിടെ നമുക്ക് ശരീരത്തിൽ കയറുമ്പോൾ നമുക്കൊരു വേദന തോന്നുന്നതാണ്. അപ്പോൾ സിട്രസ് ഫ്രൂട്ട് ഏതൊക്കെയാണ്? ഓറഞ്ച്, ലെമണിനകത്തൊക്കെ സിട്രിക് ആസിഡ്, കേർഡ് തൈരിനകത്ത് ലാക്റ്റിക് ആസിഡ്, സ്പിനാഷിനകത്ത് ഓക്സാലിക് ആസിഡ്, അംല സിട്രസ് ഫ്രൂട്ട് ഇതിനകത്തൊക്കെ അസ്കോർബിക് ആസിഡ്, ടമാറിൻഡ്, ഗ്രേപ്സ്, അൺറൈപ്പ് മാംഗോസിനകത്തൊക്കെ ടാർട്ടാറിക് ആസിഡ്. ഓക്കെ, ഓരോ സബ്സ്റ്റൻസിലുള്ള ആസിഡ് വ്യത്യാസമുണ്ട്. ആസിഡ് എന്ന് പറയുന്നത് ഏത് ടേസ്റ്റാണ്? സോർ ടേസ്റ്റാണ്. ഇനി അടുത്ത് നമ്മൾ ബിറ്റർ ടേസ്റ്റ് ഉള്ളത്, അതായത് ബേസിൻ്റെ കാര്യമാണ്. ലൈം വാട്ടറിലുള്ളത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ബേസാണ്. വിൻഡോ ക്ലീനറിൽ അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന ബേസാണ്. പിന്നെ സോപ്പിനകത്തുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നു. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉള്ള സോപ്പുണ്ടല്ലേ, അതിനകത്ത് ബാത്തിങ് സോപ്പും വാഷിംഗ് സോപ്പ് എന്ന് പറയാണ്ടില്ലേ? വാഷിംഗ് സോപ്പാണ് ഏത്? സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്. നമ്മൾ കുളിക്കാൻ വേണ്ടിയല്ല, ബാത്തിങ് സോപ്പിലാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് രണ്ടിനും കയ്പ് തന്നെയാണല്ലേ. അപ്പോൾ അതെന്താണ്? നെയിം ബേസാണ്. ഇനി മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് പറയുന്നത് മഗ്നീഷ്യ ഹൈഡ്രോക്സൈഡ് ഉള്ള ബേസാണ്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ, നിങ്ങൾ വയറുവേദനയല്ല ദഹിക്കാതെയൊക്കെ വരുമ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഒരു വെള്ളം മരുന്നില്ലേ, അതാണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് പറയുന്നത്. ഇതും എന്താണ്? ബേസാണ്. അപ്പം ബിറ്റർ ടേസ്റ്റ് ഉള്ളത് ബേസും സോർ ടേസ്റ്റ് ഉള്ളത് ഏതാണ്? ആസിഡുമാണ്. അപ്പോൾ ഇവിടെ ഒരു ടേബിളാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നിങ്ങളത് വായിച്ച് നോക്കുക. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ആക്ടിവിറ്റി 5.1 നിങ്ങൾക്ക് കുറച്ച് ചെയ്യാനുള്ള ഒരിതാണ്. ഓക്കെ, നമ്മളിവിടെ ആസിഡ് ബേസ് നോക്കുവാണ്. മിക്സ് സം വാട്ടർ വിത്ത് ലെമൺ ജ്യൂസ് ഇൻ എ പ്ലാസ്റ്റിക് കപ്പ്, tumbler or test tube. Put a drop of the above solution on a strip on the red litmus paper with the help of the dropper. Is there any change in color? Repeat the same exercise with the blue litmus paper. അപ്പോൾ നമ്മൾ ആദ്യം റെഡ് വെക്കുന്നു, പിന്നെ നമ്മൾ ബ്ലൂ ലിറ്റ്മസ് പേപ്പറെ വെക്കുന്നു. ഓക്കെ, അപ്പം ആസിഡാണെങ്കിൽ നമ്മൾ ഏത് പറഞ്ഞു? ആസിഡാണെങ്കിൽ ബ്ലൂവിനെ റെഡാക്കും, ബേസ് ആണെങ്കിൽ റെഡിനെ ബ്ലൂ ആക്കും. അതനുസരിച്ച് നമുക്ക് അതുപോലെ തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസും ഒക്കെ നമുക്കിതുപോലെ ടാപ്പ് വാട്ടർ ലിറ്റ്മസ് പേപ്പറെ ഒഴിച്ചാൽ വല്ല ഒരു വ്യത്യാസവും നടക്കത്തില്ല. അപ്പോൾ അതേതാണ്? ന്യൂട്രലാണ്. ഡിറ്റർജൻറ്റ് സൊല്യൂഷൻ അതേതാണ്? ഒഴിച്ച് നോക്കിയാൽ ഏതിലേക്ക് മാറും? ഏത്? റെഡ് ബ്ലൂ ആകും. അന്നേരം നമുക്കത് മനസ്സിലാകും ബേസാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോന്നും അല്ലേ, വിനാഗിരി, ഷുഗർ സൊല്യൂഷനും സോൾട്ട് സൊല്യൂഷനും ഇങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് നോക്കാം. സോൾട്ടും ഷുഗറും ഒക്കെ ലിറ്റ്മസ് പേപ്പറെ വെച്ച് കഴിഞ്ഞാൽ നോ എഫക്റ്റാണ്, ഒരു മാറ്റം ഉണ്ടാകുകയില്ല. അപ്പോൾ അത് നമുക്ക് ന്യൂട്രലാണെന്ന് മനസ്സിലാക്കും അല്ലേ. ലൈം വാട്ടർ ഒഴിച്ച് നോക്കിയാലോ, അത് ഏതിലേക്ക് മാറുന്നു? റെഡ് ബ്ലൂ ആകുന്നു. അപ്പോൾ അത് ബേസാണെന്ന് മനസ്സിലാകും. ഓക്കെ, അപ്പം ഈ ഒരു എക്സസൈസ് നമുക്ക് ചെയ്യാനുള്ളതാണ്, ആക്ടിവിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ദ സൊല്യൂഷൻ വിച്ച് ഡു നോട്ട് ചേഞ്ച് the color of either red or blue litmus are known as neutral solution. Okay, neutral solution എന്താണ്? അസിഡിക്കും അല്ല ബേസിക്കും അല്ലാത്ത സബ്സ്റ്റൻസിനെയാണ് ന്യൂട്രൽ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ചൈന റോസ് ഫ്ലവർ ആൻഡ് ഇൻഡിക്കേറ്റ് പ്രിപ്പയർഡ് ഫ്രം ഇറ്റ്. ഓക്കെ, ചൈന റോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ഉള്ളതല്ലേ. ഇത് ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കുന്നു. ആസിഡ് ആണെങ്കിൽ ഡാർക്ക് പിങ്ക് കളർ കാണിക്കും, ബേസ് ആണെങ്കിൽ ഗ്രീൻ കളറുമാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചൈന റോസ് ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കാണിക്കുന്നത് ആസിഡ് ഡാർക്ക് പിങ്കും, ബേസ് ആണെങ്കിൽ ഏത് കളർ കാണിക്കും? ഗ്രീൻ കളറിലുമാണ് കാണിക്കും. ഓക്കെ, ക്യാൻ യു സീ ദിസ് ടേബിൾ? നെയിം ഓഫ് ആസിഡ്, എഫക്ട്സ് ഓൺ ലിറ്റ്മസ് പേപ്പർ, എഫക്ട്സ് ഓൺ ടർമറിക് പേപ്പർ, എഫക്ട്സ് ഓൺ ചൈന റോസ് സൊല്യൂഷൻ. മൂന്നും ഇൻഡിക്കേറ്ററാണ്. ഓരോ ഇൻഡിക്കേറ്ററും ഓരോന്നിൻ്റെയും വ്യത്യാസം എങ്ങനെയാണ് കാണിക്കുന്നതാണ്. നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, പേജ് നമ്പർ 53 കാണിക്കുന്ന ആ ഒരു ടേബിളാണ്. ഓക്കെ, കണ്ടല്ലോ. നെയിം ഓഫ് ആസിഡ്, എഫക്ട്സ് ഓൺ ലിറ്റ്മസ് പേപ്പർ, എഫക്ട്സ് ഓൺ ടർമറിക് പേപ്പർ, എഫക്ട്സ് ഓൺ ചൈന റോസ് സൊല്യൂഷൻ. ഓരോ ഇൻഡിക്കേറ്ററിലും ആസിഡും ബേസും ചെല്ലുമ്പോഴുള്ള കളർ ചേഞ്ച് ആണ് ഇവിടെ പറയുന്നത്. ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഏതാണ്? ലിറ്റ്മസ് പേപ്പറിൽ ബ്ലൂ റെഡ് ആകുന്നു, ടർമറിക് പേപ്പറിലാണെങ്കിൽ ബ്ലൂ കളർ കാണിക്കുന്നു, ചൈന റോസിലാണെങ്കിൽ ഡാർക്ക് പിങ്ക്. സൾഫ്യൂരിക് ആസിഡ് ഏതാണ്? ബ്ലൂ റെഡ്, ടർമറിക് പേപ്പർ ബ്ലൂ, ചൈന റോസിൽ ഡാർക്ക് പിങ്ക്. നൈട്രിക് ആസിഡ് ബ്ലൂ റെഡ്, ബ്ലൂ ആണ്, അപ്പോൾ ഡാർക്ക് പിങ്ക്. അസറ്റിക് ആസിഡ് ബ്ലൂ ടു റെഡ് ആകുന്നു, ടർമറിക് പേപ്പറിൽ അസറ്റിക് ആസിഡ് ഒഴിക്കുമ്പോൾ ബ്ലൂ കളറ്,
ചൈന റോസിൻ്റെ ആണെങ്കിൽ ഡാർക്ക് പിങ്ക്. ഇനി സോഡിയം ഹൈഡ്രോക്സൈഡ് ഒഴിക്കുകയാണ്. അപ്പോൾ എന്താണ്? റെഡ് ടു ബ്ലൂ ആകുന്നു. അപ്പോൾ അതേതാണ്? ബേസ് ആണല്ലേ. അതുപോലെ തന്നെ ടർമറിക് പേപ്പറിൽ റെഡ് ആകുന്നു, ഇവിടെയാണെങ്കിൽ ഗ്രീൻ കളറാകുന്നു. ഇനി അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ബേസാണ്, അത് റെഡ് ബ്ലൂ ആകുന്നു. ടർമറിക് പേപ്പർ റെഡ് ആകുന്നു, ചൈന റോസ് സൊല്യൂഷൻ ഗ്രീൻ ആകുന്നു. ഇനി ലൈം വാട്ടർ ഒഴിക്കുകയാണെങ്കിൽ അതും ബേസാണ്, അപ്പോൾ എന്താണ്? റെഡ് ബ്ലൂ ആകുന്നു അല്ലേ. ടർമറിക് പേപ്പർ റെഡ് ആകുന്നു, ചൈന റോസ് പേപ്പർ ഗ്രീൻ ആകുന്നു. ഓക്കെ, അപ്പം റെഡും ബ്ലൂവും അല്ലേ, ഗ്രീൻ, ഇങ്ങനെ പല കളർ കൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഓരോന്നും ഏതാണ് അല്ലേ, ബേസാണോ ആസിഡാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, കോഫി ഈസ് എ ബ്രൗൺ ആൻഡ് ബിറ്റർ ഇൻ ടേസ്റ്റ്. ഇറ്റ് ഈസ് ആൻ ആസിഡ് ഓർ എ ബേസ് അല്ലേ. ഇപ്പം കോഫി എന്ന് പറയുന്നത് ബേസാണോ ആസിഡാണോ അല്ലേ? നമുക്കറിയാം കാപ്പിപ്പൊടി ഏത് ടേസ്റ്റാണ്? ഒരു കയ്പ് ടേസ്റ്റ് അല്ലേ. കോഫി ബിറ്റർ ടേസ്റ്റ് ആണെങ്കിൽ എന്താണ്? ആസിഡാണ്. കോഫി എന്നതിൻ്റെ pH മൂല്യം അതിൻ്റെ വ്യത്യാസമുണ്ട്, അപ്പോൾ അത് ആസിഡാണ്. അപ്പം നിങ്ങളവിടെ എന്ത് എഴുതണം? കോഫി ഈസ് acidic substance. Okay, today class is over. You read this portion and study well. Okay, thank you.